സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ ലളിതമായ ഒരു കാര്യം പറയുകയാണ്. എപ്പോഴും മൂക്കടപ്പ്, തലയിൽ കഫം, തലവേദന വിട്ടുമാറാതെ നിൽക്കുക, അങ്ങനെയുള്ളതിന് നമുക്കൊരു എണ്ണ കാച്ചിയെടുക്കാം. വളരെ ലളിതമായിട്ട് ഒരു കഷ്ണം ഇരട്ടി മധുരം എടുക്കുക. ഒരു വിരൽ നീളത്തിൽ വേണം. ഒരു 20 മണി കുരുമുളക് എണ്ണി എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ചതയ്ക്കുക. 500 ml വെളിച്ചെണ്ണയിലിട്ട് തിളപ്പിക്കുക. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്ന് തിളച്ചാൽ മതി. യൗവനക്കാരാണ്, മധ്യവയസ്കരാണെങ്കിൽ ഒന്ന് നന്നായി തിളക്കണം. ഇതും കൂടെ തിളച്ച് ചെളിപ്പരുവാകണം. പ്രായം ചെന്നവരാണെങ്കിൽ മണൽപ്പരുവാകണം, ഒന്നുകൂടെ മുരിയണം. അത് തലയിൽ തേച്ച് കുളിച്ചാൽ മതി. ഒരുപാട് വാരിക്കോരി പുരട്ടുന്നുണ്ട്. ഒരു 10 തുള്ളി നിറകയായിട്ട് കുളിച്ചാൽ ആ മൂക്കിലെ കഫക്കെട്ട്, തലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കഫക്കെട്ടുകൾ, തലയിലെ കഫങ്ങളെല്ലാം മാറിപ്പോകും. കഴിഞ്ഞ ദിവസം നൽകിയ ചോദ്യത്തിൻ്റെ ഉത്തരം യൂക്കലിപ്സ് ഓയിലാണ്. അതിലൊരു തുള്ളി ഓയിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലൊഴിച്ച് വായിൽ കവിൾക്കൊണ്ട് തുപ്പിയാൽ വായനാറ്റം മാറും. ഇന്നത്തെ ചോദ്യം, അതിസാരം, അമിതമായ വയറിളക്കവും ഛർദിക്കും അരച്ച് തൈരിൽ കഴിക്കാവുന്ന നല്ല ഒരു ഔഷധച്ചെടിയുണ്ട്. എന്തായിരിക്കും അത്? ഉത്തരങ്ങൾ പറയണം. ഗൃഹവൈദ്യ പാഠപുസ്തകം വാങ്ങാനായിട്ട് ഇനിയും ആരും വൈകണ്ട. ഒരെണ്ണം വാങ്ങിവെച്ചാൽ നല്ലതാണ്. അത് എല്ലാ കാലവും, ജീവിതം മുഴുവൻ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ നന്മയുടെ കരുതൽ എന്ന പുസ്തകം കിട്ടിയിട്ടില്ല എങ്കിൽ അവരുടെയൊക്കെ ഒന്ന് അഡ്രസ്സ് ഇടാൻ മറക്കരുത്. നാളെ തന്നെ പോസ്റ്റ് ചെയ്യുക. അഡ്രസ്സ് ഇട്ടവരുടെയൊക്കെ അയക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം സാർ. വളരെ മനോഹരമായി ക്ലാസ്സുകൾ സാർ നയിക്കുന്നുണ്ട്. എനിക്ക് എല്ലാ ദിവസവും കേൾക്കാൻ പറ്റാറില്ല. കുഞ്ഞുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവൻ ഉറങ്ങിയത് കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി. വളരെ 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 കൃത്യമായി സാറിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള അവതരണം അതിലും മനോഹരമായിരിക്കുന്നു. എല്ലാ ക്ലാസ്സുകളും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ലിങ്ക് വഴി ഞാൻ കേൾക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ. എല്ലാത്തിനും നന്ദി. ദൈവം സാറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.